കരുണാവാരിധിയായ റബ്ബ് സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജൂൺ 5-ാം തീയതി ആഗോളതലത്തിൽ പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കണ്ടെത്താൻ അവന്റെ മുമ്പിൽ സംവിധാനിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു പാഠപുസ്തകമാണ്. ഈ പ്രകൃതിയിലെ സകലമാന ചരാചരങ്ങളും ആകാശഭൂമികളും ആകാശഭൂമികൾക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടെത്താനുള്ള, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം തിരിച്ചറിയാനുള്ള പാഠങ്ങളാണ്. ഓരോ പരിസ്ഥിതി ദിനത്തിന്റെയും സാഹചര്യത്തിൽ മനുഷ്യർ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചും ധാരാളമായി ചർച്ച ചെയ്യാറുണ്ട്. അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ മലിനീകരിക്കപ്പെട്ട ഭൂമിയെക്കുറിച്ചും മലിനീകരിക്കപ്പെട്ട ആകാശത്തെക്കുറിച്ചും കയ്യേറ്റം ചെയ്യപ്പെടുന്ന പ്രകൃതിയെക്കുറിച്ചും ചൂഷണം ചെയ്യപ്പെടുന്ന വിഭവങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളമായി ചർച്ച ചെയ്യും. വരണ്ടുകൊണ്ടിരിക്കുന്ന പുഴയെക്കുറിച്ചും അളവിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ചുമൊക്കെ വലിയ വലിയ വർത്തമാനങ്ങൾ സാധാരണ പങ്കുവെക്കാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സങ്കല്പം ഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിൽ എന്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊക്കെയും മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അതിലൊക്കെയും മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, മനുഷ്യന്റെ ഭൗതികവും പാരത്രികവുമായ ജീവിതവുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചിട്ടുണ്ട്. അഥവാ മനുഷ്യ ജീവിതത്തിന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം. നാം ഇപ്പോൾ ഒരു പെരുമഴക്കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. മഴക്കാലം ആരംഭിച്ചിട്ടേയുള്ളൂ. പക്ഷെ ആരംഭിച്ചപ്പോൾ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളായി, പലയിടങ്ങളിലും വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഓടകളും തോടുകളും ഒക്കെ അടഞ്ഞുപോയിരിക്കുന്നു. പലയിടങ്ങളിലും വൃക്ഷങ്ങൾ കടപുഴകി വീണിരിക്കുന്നു. ഇങ്ങനെ ഒരു മഴക്കാലത്ത് നാം അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്ന വലിയ ചില വർത്തമാനങ്ങൾ, നിങ്ങൾ ശ്വസിക്കുന്ന വായുവും നിങ്ങൾ കുടിക്കുന്ന വെള്ളവും, നിങ്ങൾ കാലുകൾ വിട്ട് നിൽക്കുന്ന മണ്ണും നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച ആകാശവും, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണവുമൊന്നും നിങ്ങളുടേത് മാത്രമല്ല. ഈ പറയപ്പെട്ട ഒന്നിന്റെയും ഉടമസ്ഥരല്ല നിങ്ങൾ. നിങ്ങൾ ഇതിന്റെ എല്ലാത്തിന്റെയും കേവലം കൈകാര്യകർത്താക്കൾ, പരിപാലകർ മാത്രമാകുന്നു. അതിനപ്പുറം നിങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ നിങ്ങൾക്ക് ഉടമസ്ഥാവകാശമില്ല, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് ഉടമസ്ഥാവകാശമില്ല. എന്നല്ല, ഈ ഭൂമി നിങ്ങളുടേതല്ല. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അതിന്റെ പരിപാലനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. വെള്ളം ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന്. ഞാനും നിങ്ങളുമൊക്കെ വളരെ ലളിതമായി ഒരു ശാസ്ത്രീയമായ നിരീക്ഷണമുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ധരിച്ചിട്ടുള്ള നമ്മുടെ വസ്ത്രമായി മാറുന്നതിന് മുൻപ് അത് കേവലം നൂലുകളായിരുന്നു. അത് നൂലുകളായി മാറുന്നതിന് മുൻപ് അത് പഞ്ഞിയും, അതിനു മുൻപ് അത് ഏതൊക്കെയോ മരങ്ങളിലൊക്കെ അലിഞ്ഞു ചേർന്ന ചില വസ്തുക്കളുമായിരുന്നു. ആ മരം നമ്മളീ കാണുന്ന, ആ നൂല് നമ്മളീ കാണുന്ന ഒരു വസ്ത്രമായി മാറുന്നിടത്തോളമുള്ള അതിന്റെ പ്രയാണം 2700 ലിറ്റർ വെള്ളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവത്തോടു കൂടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഈ ഭൂമിയിലെ ഓരോന്നും സംവിധാനിച്ചത്. നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം, കേവലം ഒരു വസ്ത്രം, നമ്മളിലേക്ക് വസ്ത്രമായി എത്തുന്നിടത്തോളം അതിന്റെ സഞ്ചാരത്തിൽ 2700 ലിറ്റർ വെള്ളം ഈ പ്രകൃതിയിൽ നിന്ന് അതിന് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. നാം ഓരോരുത്തരും ജനിച്ചു വീണ അന്നു മുതൽ
അല്ലെങ്കിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപം കൊണ്ട അന്നു മുതൽ നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വെള്ളത്തിന്റെ കണക്ക് നാം പരിശോധിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തെളിനീർ ഇങ്ങനെ നൽകുമ്പോൾ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങളൊന്ന് വാ, എന്നിട്ട് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളമുണ്ടല്ലോ, ഈ ഭൂമിയിൽ 2/3 ഭാഗം കരയും 1/3 ഭാഗം മാത്രമാണ് വെള്ളമായി അല്ലാഹു സംവിധാനിച്ചത്. ആ 1/3 ഭാഗം വെള്ളമായിരിക്കുമ്പോൾ തന്നെ അതിന്റെ 97% ഉപയോഗിക്കാൻ കഴിയാത്ത വെള്ളം ചതുപ്പ് നിലങ്ങളിലും കടലുകളിലും ഒക്കെയായി ഉപ്പുവെള്ളമായി ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി 2.5%. ആ 2.5% തന്നെ നല്ലൊരു ശതമാനം മഞ്ഞുമലകളിൽ കട്ടിയായി കിടക്കുകയാണ്. ബാക്കി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം ഭൂമിയിൽ കടലിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെട്ട് ആകാശത്തേക്ക് അല്ലാഹു കൊണ്ടുപോയതാണ്. ആ ഉപ്പുവെള്ളത്തെ നിങ്ങളിലേക്ക് തിരിച്ചവൻ നൽകിയത് ശുദ്ധമായ തെളിനീരായിട്ടാണ്. ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ആകാശത്ത് കാർമേഘങ്ങളിൽ നിന്ന് ഈ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തന്നവൻ ആരായിരുന്നു? നിങ്ങളാണോ അതോ നാമാണോ ആകാശത്ത് കാർമേഘങ്ങളിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെട്ട ഉപ്പുവെള്ളത്തെ ശുദ്ധീകരണ പ്രക്രിയകൾക്ക് വിധേയമാക്കി നിങ്ങൾക്ക് തിരികെ നൽകിയത്? ആ വെള്ളത്തെ എങ്ങാനും ഞാൻ തിരികെ കൊണ്ടുപോയാൽ അതിനെ പകരം നിങ്ങൾക്ക് സംവിധാനിച്ച് തരാൻ കഴിയുന്ന ഏതെങ്കിലും ശക്തിയുണ്ടോ? ആ കുടിവെള്ളത്തെ, ഞാൻ നിങ്ങൾക്ക് ഇറക്കി തരുന്ന വെള്ളത്തെ ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉജാജൻ, ചവർപ്പുള്ള ഉപ്പുവെള്ളമാക്കി ഞാൻ ഇറക്കുമായിരുന്നില്ലേ? പക്ഷേ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തെളിനീരായി ഇറക്കി തന്നു. എങ്ങനെ? മാഅംബി ഖദരിൻ, ഒരു നിർണിതമായ അളവ് വെള്ളത്തെയാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. നിർണിതമായ അളവ് മനുഷ്യർക്ക് ആവശ്യമുള്ളതാണ്. ജീവജാലങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളമേ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന വലിയ വലിയ കാർമേഘങ്ങൾ മില്യൺ കണക്കിന് ലിറ്റർ വെള്ളവും വഹിച്ചുകൊണ്ടാണ് കാറ്റിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയോ ഭൂപ്രദേശങ്ങളിലെ കടലിടുക്കുകളിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെട്ട വെള്ളം അങ്ങനെ സഞ്ചരിച്ച് ഭൂമിയുടെ ഏതൊക്കെയോ കോണുകളിൽ ആവശ്യക്കാരന്റെ തലക്കുമുകളിലേക്ക് അത് മഴയായി പെയ്തിറങ്ങുന്നു. വതക്കൻ, ഉരുണ്ട വെള്ളത്തുള്ളികളായി പെയ്തിറങ്ങുകയാണ്. എത്ര വലിയ ഭാരമാണ് തലക്ക് മുകളിൽ നിൽക്കുന്നത്. എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഭൂമിയിൽ കെട്ടിക്കിടന്ന് ഭൂമിയിലൂടെ ഒഴുകി, ആ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ ചപ്പുചവറുകളുണ്ട്, ചണ്ടികളുണ്ട്, മൃതശരീരങ്ങളുണ്ട്, ജീവജാലങ്ങളുടെ വിസർജ്യങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെയെല്ലാം കുത്തിക്കലങ്ങി ഒഴുകിപ്പോകുന്ന ഈ വെള്ളം ഭൂമിയുടെ അടരുകളിലേക്ക് ആണ്ടിറങ്ങി വീണ്ടും നിങ്ങൾക്ക് കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളമായി നിങ്ങളുടെ കിണറുകളിൽ, നിങ്ങളുടെ ഉറവകളിൽ ശേഖരിക്കപ്പെടുന്നു. ഭൂമിയുടെ അടരുകളിലൂടെ ആണ്ടിറങ്ങിയിട്ട് ഈ വെള്ളം നിങ്ങളുടെ ഉറവകളിലേക്ക് വരുമ്പോ ഭൂമിക്ക് മുകളിൽ നിന്ന് കഴുകിയെടുത്തു കൊണ്ടുപോയ ഏതെങ്കിലും ഒരു മാലിന്യത്തിന്റെ അംശം നിങ്ങളുടെ കിണറുകളിലുണ്ടോ? നിങ്ങളുടെ ഉറവകളിലുണ്ടോ? നിങ്ങൾ ഈ അത്ഭുതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ അത്ഭുതകരമായ പ്രക്രിയയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ആ കുടിക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അതിന്റെ രുചിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുടിച്ചത് വെള്ളമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് വെള്ളമാണ്, കുളിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി. പക്ഷേ അതിന്റെ മണം, അതിന്റെ നിറം, അതിന്റെ രുചി നിങ്ങളുടെ എല്ലാ ശാസ്ത്രീയമായ പുരോഗതികൾക്കും നിങ്ങളുടെ എല്ലാ വൈജ്ഞാനികമായ നിലവാരങ്ങൾക്കും അപ്പുറം ഇനിയും പിടികിട്ടാത്ത ഒരു സമസ്യയായി, ഒരു നിഗൂഢമായ വസ്തുതയും യാഥാർത്ഥ്യവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊന്ന് തിരിച്ചറിയാൻ, നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ചൊന്ന് തിരിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൽ ഞാൻ ആദ്യമേ ഓതിവെച്ച സൂക്തം
32, 33 സൂക്തങ്ങളാണ്. സൂറ ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഒരാളുടെയും സഹായമോ കൈകടത്തലുകളോ ആവശ്യമില്ലാത്ത വിധം കുറ്റമറ്റ രീതിയിൽ, അന്യൂനമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചു. മാത്രമല്ല വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് അവൻ മഴ വർഷിപ്പിക്കുകയും ചെയ്തു. വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് അവൻ വെള്ളം ഇറക്കി. ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആ മഴ വർഷിപ്പിച്ചതിലൂടെ ഭൂമിയിൽ അവൻ സസ്യങ്ങൾ മുളപ്പിച്ചു, ഫലമൂലാദികൾ മുളപ്പിച്ചു. റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള ജീവിത വിഭവങ്ങളായിട്ട്. മഴയില്ലായിരുന്നെങ്കിൽ സസ്യങ്ങൾ മുളക്കുമായിരുന്നില്ല. മഴയില്ലായിരുന്നെങ്കിൽ ജീവജാലങ്ങൾക്ക്, മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെന്ററി ഉണ്ട്. 50 വർഷങ്ങൾക്ക് ശേഷം, അഥവാ വെള്ളമില്ലാത്ത, മഴയില്ലാത്ത ഒരു കാലം മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളിയെ മുന്നിൽ കണ്ടുകൊണ്ടിറക്കിയ ഒരു ഡോക്യുമെന്ററിയാണ്. ആ ഡോക്യുമെന്ററിയിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത് മഴയില്ലാതെ വർഷങ്ങളോളം തരിശായി കിടക്കുന്ന മണ്ണ് വിണ്ടുകീറാൻ തുടങ്ങും. ആ മണ്ണിൽ സസ്യങ്ങളുടെ അംശങ്ങളില്ലാതെ ജീവജാലങ്ങൾ ചത്തുവീഴാൻ തുടങ്ങും. ഭൂമിയിലെ ജലാംശം നഷ്ടപ്പെട്ടതുകൊണ്ട് ചത്തുവീഴുന്ന ജീവജാലങ്ങൾ അവിടെ തന്നെ ഉണങ്ങിക്കിടക്കും, ദ്രവിച്ചു പോകാതെ ഉണങ്ങിക്കിടക്കും. ജലത്തിന്റെ അംശമില്ലാത്തതുകൊണ്ട് ഭൂമിയിലെ എല്ലാ സസ്യങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. മനുഷ്യരുൾപ്പെടെ പകർച്ചവ്യാധികൾക്ക് വിധേയരാകുന്നു. എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ചർമ്മങ്ങളിൽ മണ്ണിൽ സംഭവിക്കുന്ന വിണ്ടുകീറലുകൾ പോലെ മനുഷ്യന്റെ ശരീരവും വിണ്ടുകീറാൻ തുടങ്ങുന്നു. മനുഷ്യർ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. വെള്ളമില്ല എങ്കിൽ മനുഷ്യർക്കിടയിൽ, ജീവജാലങ്ങൾക്കിടയിൽ, ഈ പ്രകൃതിയിൽ, പരിസ്ഥിതിയിൽ, കാർഷിക മേഖലയിൽ, എല്ലാ മേഖലയും താറുമാറാക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് നാം മഴ വർഷിപ്പിച്ചു, ആ മഴയിലൂടെ സകലമായ ജീവജാലങ്ങളുടെയും ജീവസന്ധാരണത്തിനുള്ള മാർഗങ്ങൾ നാം കാണിച്ചു തന്നു, സസ്യങ്ങളെ മുളപ്പിച്ചതിലൂടെ, ആ സസ്യങ്ങൾ ഭൂമിയിൽ നിന്ന് വെള്ളം ശേഖരിച്ചതിലൂടെ, ആ സസ്യങ്ങൾ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ ഉച്ഛ്വാസവായുവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജനായി നിങ്ങൾക്ക് നൽകിയതിലൂടെ, ആ സസ്യങ്ങൾ കാറ്റടിപ്പിച്ചതിലൂടെ, ആ സസ്യങ്ങളുടെ കാറ്റേറ്റ് സമീപത്തുള്ള എല്ലാ സസ്യങ്ങളിലും പരാഗണം നടന്ന് അതൊക്കെയും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്തതുപോലെ എല്ലാത്തിന്റെയും അടിത്തറയിലേക്ക് മഴയിലൂടെ ശേഖരിക്കപ്പെടുന്ന വെള്ളത്തിന്റെ ശക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. അപ്പൊ കേവലം നിസ്സാരമല്ല ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹം എന്ന് ചുരുക്കം. അല്ലാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഈ മഴയെ അല്ലാഹു 2 തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പരിചയപ്പെടുന്നു. അതിൽ ഒന്നാമത്തെ തലം, മഴയും വെള്ളവും മനുഷ്യന്റെ ജീവിതത്തിന്റെ ആധാരമാണ്. രണ്ടാമത്തെ തലം, പരലോക ജീവിതത്തെ പഠിപ്പിക്കാനാണ് മഴയെക്കുറിച്ച് പറയുക. പരലോകമുണ്ടോ? മരണാനന്തര ജീവിതമുണ്ടോ? മരിച്ചു കഴിയുന്നതോടുകൂടി എല്ലാം അവസാനിച്ചു പോവുകയല്ലേ? എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നുരുമ്പിച്ചഴുകിയ എല്ലിൻ കഷ്ണങ്ങളെ ഉയർത്തിക്കാട്ടി ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അറബികൾ. മുഹമ്മദ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ ദ്രവിച്ചഴുകിയ എല്ലിൻ കഷ്ണങ്ങളിൽ നിന്ന് പിന്നെയും ഞങ്ങളെ പുനർജീവിപ്പിക്കുമെന്നാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരോട് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന മറുപടി, നിങ്ങൾ മഴയിലേക്ക് നോക്കൂ എന്നാ. നിങ്ങൾ മഴയിലേക്ക് നോക്കൂ. ആ മഴയിലൂടെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ വരണ്ടുണങ്ങി കിടക്കുന്ന ആ ഭൂമിയിൽ സസ്യങ്ങൾ മുളക്കാൻ തുടങ്ങുന്നു. ഏത് ഭൂമിയിലാണ്? നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ചിലപ്പോ ചില വീടിന്റെ മൂലക്ക്, വീടിന്റെ പറമ്പിന്റെ മൂലക്ക് കുറെ മരത്തടികൾ കൊണ്ടുവന്ന് കൂട്ടിയിടും. ചാക്കിൽ കുറെ സാധനം കൊണ്ടുവന്ന് കെട്ടിവെക്കും. 1 മാസവും 2 മാസവും 3 മാസവും ഒക്കെ കഴിഞ്ഞ് നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ചിതലരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, ദ്രവിച്ചു പോയിട്ടുണ്ടാവും.
വെറുതെ ചാരി വെച്ച മരത്തടിയിൽ ചിതല് കയറിയിട്ടുണ്ടാകും. സാവധാനത്തിൽ ചിതലുകൾ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അതേസമയം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു വിത്ത് മണ്ണിൽ കിടക്കുകയാണെങ്കിൽ ഇതേ ചിതലിന് ആ വിത്തിനെയും തിന്നാമല്ലോ. ഇതേ ബാക്ടീരിയകൾക്ക് ആ ചിതലിനെയും നശിപ്പിക്കാമല്ലോ, ആ വിത്തിനെയും നശിപ്പിക്കാമല്ലോ. പക്ഷെ ആ വിത്ത് മണ്ണിനടിയിൽ ഭദ്രമായി കിടക്കും. ആരാണ് ആ വിത്തിനെ മണ്ണിനടിയിൽ ഭദ്രമായി സൂക്ഷിച്ചത്? ഭദ്രമായി സൂക്ഷിച്ചിട്ട് ആ വിത്തിൽ നിന്ന് മഴ പെയ്യുമ്പോ മൺതരികളെ അടർത്തി മാറ്റിയിട്ട് ചെറിയ നാമ്പിലകൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കരുതി വെച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ നാമ്പിലകൾക്ക് അതിനുള്ള കരുത്ത് പകർന്നു കൊടുത്തത് മഴയിലൂടെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ചിന്തിക്കാൻ കഴിയുന്ന, ഒരുപാട് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് യഥാർത്ഥത്തിൽ മഴയിലൂടെ നമുക്ക് കാണാൻ കഴിയേണ്ടത്. മഴ പെയ്യുന്ന വെള്ളത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയേണ്ടത്, നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയേണ്ടത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു. ആകാശത്ത് നിന്ന് വർഷിപ്പിച്ച മഴ കൊണ്ട് ഭൂമിയിൽ സസ്യങ്ങൾ മുളപ്പിച്ചു. അത് വേറെ ഒരു അത്ഭുതമാണ്. ആ സസ്യങ്ങൾ മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ മണ്ണിൽ ഒരേ സൂര്യന്റെ ചൂടും ഒരേ വെള്ളവും ഒരേ വെളിച്ചവും ഒരേ വളവും ഒക്കെ സ്വീകരിച്ച വ്യത്യസ്തമായ ചെടികൾ ഉണ്ടാകും. മണ്ണിൽ നിന്നെല്ലാം ശേഖരിച്ചത് ഒന്ന് തന്നെയാണ്. പക്ഷെ അതിലൊക്കെ ഉണ്ടായ ഫലങ്ങൾ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ഫലങ്ങളെ നിങ്ങൾ കഴിക്കുമ്പോൾ, ആ വ്യത്യസ്തമായ ഫലങ്ങളെ നിങ്ങൾ കാണുമ്പോൾ, അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. എത്ര കൃത്യവും എത്ര വ്യക്തവും എത്ര സുചിന്തിതവുമായ തീരുമാനങ്ങളും നീക്കങ്ങളുമാണ് ഈ ഓരോ സൃഷ്ടിപ്പിന്റെയും പിന്നിൽ നീ ഒളിപ്പിച്ചു വച്ചത് എന്ന് റഹ്മാനായ റബ്ബെ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മോട് പറയുന്നു, ആ മഴയിലൂടെ നിങ്ങൾക്ക് അന്നം തരാൻ കഴിയുന്ന സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. മാത്രമല്ല വസഖറ ലകുമുൽ ഫുൽക ലിതജ്രി ഫിൽ ബഹരി ബിഅംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനയോടുകൂടി കടലിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലുകളെ സഖറ ലക്കും, നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നു. സഖറ ലക്കും, നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നു. കപ്പലുകളെ കീഴ്പ്പെടുത്തി, തിരമാലകളെ കീറിമുറിച്ചു പോണം, വലിയ കടലിടുക്കുകൾ കടന്നു പോണം. ആ കപ്പലിനേക്കാൾ വലിയ ഭാരങ്ങൾ അതിൽ വഹിക്കണം. കാറ്റിന്റെ ദിശയെ നിയന്ത്രിച്ച് കപ്പലിന് പോകേണ്ട ദിശയിലേക്ക് കൊണ്ടുപോകണം. എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഒരു കയറിന്റെ കുറ്റിയിൽ കെട്ടിയിടാൻ പറ്റുന്ന ഒരു സംവിധാനവും നടുക്കടലിൽ ലഭ്യമല്ല. പക്ഷെ ആ കപ്പലിനെ നിങ്ങൾ നയിച്ചു കൊണ്ടുപോകും. ആ കപ്പലിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയത് സഖറലക്കും. നമ്മളൊക്കെ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു നീയാണ് കേട്ടോ വലിയവൻ. എന്റെ വാഹനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, ഞാൻ വില കൊടുത്ത് വാങ്ങിയ വാഹനത്തിലാണ്, അല്ലെങ്കിൽ എന്റെ കുടുംബം വില കൊടുത്ത് വാങ്ങിയ വലിയ വില കൂടിയ കോടികൾ വിലമതിക്കുന്ന വാഹനത്തിലാണ്. പക്ഷേ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഈ വാഹനത്തെ എനിക്ക് അധീനപ്പെടുത്തി തന്ന, ഇതിനെ കൈകാര്യം ചെയ്യാൻ, ഇതുമായി റോഡിലിറങ്ങാൻ, ഇതിനകത്ത് ഇന്ധനം നിറയ്ക്കാൻ, ഇതിനെ നിയന്ത്രിക്കാൻ, ഇതിൽ യാത്ര ചെയ്യാനുള്ള ആരോഗ്യവും സമയവും സംവിധാനവും ഒക്കെ നൽകിയത് അല്ലാഹുവാണ്. ആ അല്ലാഹു ആരാണ്? സുബ്ഹാനല്ലദീ, അവൻ പരിശുദ്ധനാണ്. അപ്പൊ നമ്മുടെ വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വർത്തമാനത്തെ കൂടി ഞാൻ സാന്ദർഭികമായി ആ വിഷയത്തിലേക്ക് ചേർത്ത് വെച്ചതാണ്. കടലിൽ സഞ്ചരിക്കുന്ന ഒരുപാട് ഭാരം വഹിച്ചുകൊണ്ട് ആവശ്യമുള്ള പ്രയോജനകരമായ വിഭവങ്ങളുമായി കപ്പലുകൾ സഞ്ചരിക്കും. ആ കപ്പലുകളെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്ന അല്ലാഹുവാണ്. വസഖറ ലകുമുൽ അൻഹാർ, നദികളെയും കീഴ്പ്പെടുത്തി തന്നത് അവനാണ്. നദികളിൽ നിന്ന് നിങ്ങൾക്ക് ജലസേചനം ചെയ്യണം. നദികളിലെ വെള്ളം നിങ്ങൾക്ക് അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തണം. ആ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്ന വെള്ളം കൊണ്ട് നിങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. ആ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്ന വെള്ളം കൊണ്ട് നിങ്ങൾ കൃഷിക്ക് കാർഷിക യോഗ്യമായ ജലസേചനം നിങ്ങൾ നടത്തണം. അതേ വെള്ളം കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനുണ്ട്. വെള്ളമില്ലാത്ത കാലത്തേക്ക് കരുതി വെക്കണം. എന്ത് അത്ഭുതകരമാണ് ഇതൊക്കെ! അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസഖറ ലകുമുൽ അൻഹാർ, അവനാണ് ആ നദികളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ. വസഖറ ലകുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തന്നവനാണ്. സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാൻ കഴിയുമെന്നല്ല, സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ചൂടിനെ, ആ ഊർജത്തെ ഉപയോഗപ്പെടുത്താൻ,
അതിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെയോ അപകടകരമായ രശ്മികളെയോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ, തടഞ്ഞു നിർത്താൻ, ശാരീരിക ക്ഷമതയോടുകൂടി അതിനെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നു. രാവിനെയും പകലിനെയും വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ആ പരിസ്ഥിതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലെന്നും ഇതിന്റെ എല്ലാത്തിന്റെയും പരിപാലകരായി നിങ്ങളെ ചുമതലപ്പെടുത്തിയതാണ് എന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു ഹദീസിലൂടെ പറഞ്ഞു, ഒത്തഖുൽ മലാഇന സലാസ. മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. നിങ്ങൾ 3 കാര്യങ്ങൾ, മനുഷ്യരുടെയും അള്ളാഹുവിന്റെയും ശാപം കിട്ടാവുന്ന 3 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. 3 കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണം. ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കുടിവെള്ള സ്രോതസ്സുകൾ, മനുഷ്യർക്ക് ഒന്നുകൊടുക്കാനും കുടിക്കാനും മറ്റ് ജലസേചന സൗകര്യങ്ങൾക്കും ആവശ്യമുള്ള ശുദ്ധമായ ജലസേചന സൗകര്യങ്ങളിൽ ജലസ്രോതസ്സുകൾ നിങ്ങൾ മലിനമാക്കാൻ പാടില്ല, മൂത്രമൊഴിക്കാൻ പാടില്ല. ഒറ്റവാക്കിൽ അങ്ങനെയാണ്, മൂത്രമൊഴിക്കരുത് എന്നാണ് പ്രയോഗം. ഹദീസ് വിശാരദന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു പ്രകൃതി പാഠം, ജലസ്രോതസ്സുകൾ മലിനീകരിക്കാൻ പാടില്ല. കാരണം ജലം ഒരു മനുഷ്യന്റെയും ഉടമസ്ഥതയിലുള്ളതല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിണർ കുഴിച്ചു, ആ കിണറ്റിൽ സമൃദ്ധിയായി വെള്ളം കണ്ടു. നിങ്ങളുടെ അയൽവാസിയുടെ കിണറ്റിൽ വെള്ളമില്ല, അയൽവാസിയുടെ വെള്ളമില്ലെങ്കിൽ നിങ്ങളാണ് കിണർ കുഴിച്ചത്, നിങ്ങളാണ് പണം മുടക്കിയത്, നിങ്ങളാണ് മോട്ടോർ വെച്ചത്, നിങ്ങളാണ് വെള്ളം കോരിയത്, ശരി. പക്ഷെ നിങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിന്റെ അവകാശി നിങ്ങളുടെ അയൽവാസി കൂടിയാണ്. നിങ്ങളുടേത് മാത്രമാണ് വെള്ളം, അത് എന്റെ കിണറ്റിലെ വെള്ളമാണ്, എന്റെ വെള്ളമാണ് എന്ന് പറയാൻ നിങ്ങളുടേതാണ് കിണർ. പക്ഷെ വെള്ളം അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അയൽവാസിക്ക് കൂടി അതിൽ അവകാശമുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ പാഠം എന്ന് പറയുന്നത്. നിങ്ങളുടെ തോട്ടത്തിൽ മഴ പെയ്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തടകെട്ടിയിട്ട് ബണ്ട് കെട്ടിയിട്ട് നിങ്ങളുടെ തോട്ടത്തിൽ വെള്ളം അങ്ങനെ പിടിച്ചു നിർത്താൻ പാടില്ല. കണങ്കാൽ വരെയുള്ള വെള്ളം നിങ്ങൾ പിടിച്ചു നിർത്തിക്കോ. കർഷകനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, കണങ്കാൽ വരെയുള്ള വെള്ളം നിങ്ങൾ പിടിച്ചു നിർത്തിക്കോളൂ. കണങ്കാലിന് മുകളിലേക്ക് വരുന്ന വെള്ളം നിങ്ങളുടെ തൊട്ടപ്പുറത്തെ തോട്ടക്കാരന് അവകാശപ്പെട്ടതാണ്, അത് നിങ്ങൾ വിട്ടുകൊടുത്തേക്കണം. കണങ്കാലിനോളം വേണമെങ്കിൽ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താം. എത്ര സുന്ദരമാണ് ആ പദപ്രയോഗങ്ങൾ, ആ പരിസ്ഥിതി പാഠങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾ വെള്ളത്തെ ശുദ്ധമായ ജലസ്രോതസ്സുകൾ മലിനീകരിക്കരുത് എന്നത് ഒന്നാമത്തെ നിർദ്ദേശമാണ്. രണ്ടാമത്തെ നിർദ്ദേശം വഴിയോരങ്ങൾ മലിനമാക്കരുത് എന്നാണ്. വഴിയോരങ്ങൾ മലിനമാക്കുക, വീട്ടിലെ മാലിന്യങ്ങൾ കൊണ്ടുപോയി വഴിയോരങ്ങളിൽ തട്ടുക, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സംസ്കാരം. അവസാനം എന്തൊക്കെ സംഭവിച്ചു? എലി പെരുകാൻ തുടങ്ങി, എലിയെ പിടിക്കാൻ പാമ്പ് വരാൻ തുടങ്ങി, കൊതുക് പെരുകാൻ തുടങ്ങി. ഈ മാലിന്യങ്ങളിൽ ഭക്ഷണത്തിന്റെ വേസ്റ്റ് കൊണ്ടുപോയി തട്ടുന്നു എന്നതുകൊണ്ട് തെരുവ് നായ്ക്കളുടെ ശല്യം പെരുകാൻ തുടങ്ങി. ഇതൊക്കെ ആര് വില കൊടുത്ത് വാങ്ങിച്ചു എന്ന് വെച്ചാൽ നമ്മൾ തന്നെ വില കൊടുത്ത് വാങ്ങിച്ചാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്കപ്പുറം മനുഷ്യന്റെ മുമ്പിൽ, ഏത് മനുഷ്യരോടാണ്? നമ്മളെ പോലത്തെ വഴികളുള്ളവരോടാണോ? മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരോടാണ്? ഒരുപാട് ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമി ഇങ്ങനെ തരിശായി കിടക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയോരങ്ങൾ മലിനമാക്കരുത്, ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയോരങ്ങൾ മലിനമാക്കരുത്. പിന്നെയും പറഞ്ഞു, ലില്ല്, തണൽ മരങ്ങൾ മുറിച്ചു മാറ്റുക, തണൽ മരങ്ങൾ നശിപ്പിക്കുക, തണൽ മരങ്ങളുടെ ചുവട്ടിൽ മൂത്രമൊഴിക്കരുത്, തണൽ മരങ്ങളുടെ ചുവട്ടിൽ മൂത്രമൊഴിക്കരുത്. തണൽ കായാൻ ഏതെങ്കിലും ഒരു മനുഷ്യനോ ഏതെങ്കിലും ഒരു ജീവിവർഗമോ അതിലൂടെ വന്നാൽ അതിന്റെ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ ഈ മാലിന്യമാകും. എന്ന് മാത്രമല്ല, തണൽ മരങ്ങളുടെ ചുവട്ടിൽ കൊച്ചു കൊച്ചു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ, ഉറുമ്പുകൾ മുട്ടയിട്ടിട്ടുണ്ടാകും. ആ ആവാസ വ്യവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ മാലിന്യത്തിന്റെ ചെറുചൂട് തട്ടിയിട്ട് അത് നഷ്ടപ്പെട്ടു പോകും. ആ ആവാസ വ്യവസ്ഥയോടൊരു കാരുണ്യമുണ്ട് ഇസ്ലാമിന്. ആ തണൽ മരങ്ങൾ നിങ്ങൾ നശിപ്പിച്ചു കളയും. തണൽ മരങ്ങൾ നിങ്ങളുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കും. നിങ്ങൾ ഊതി പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് പിന്നെയും ഓക്സിജൻ നൽകും. നിങ്ങളുടെയൊക്കെ നാട്ടിലെ മണ്ണൊലിപ്പിനെ അത് തടയും. എന്ന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സസ്യങ്ങൾക്കിടയിൽ പരാഗണം നടക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രകൃതിയുടെ താളത്തെയും കാലാവസ്ഥയെയും പിടിച്ചു നിർത്തുന്നിടത്ത് വൃക്ഷങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത് അനാവശ്യമായി നിങ്ങൾ മുറിച്ചു കളയരുത്.
അത് നശിപ്പിച്ചു കളയും. അപ്പൊ ഏറ്റവും വലിയ പരിസ്ഥിതി പാഠം ആരാണ് നമ്മെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളുണ്ട്, നമുക്ക് അത്ഭുതപ്പെടും. ഞങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാംഗോ ഫെസ്റ്റിൽ പങ്കെടുത്തു. നമ്മുടെ ആലുവയിൽ തന്നെ നടന്നൊരു വലിയ പരിപാടിയാണ്. മാംഗോ ഫെസ്റ്റിൽ പങ്കെടുത്തപ്പോൾ അതിന്റെ സംഘാടകര് അത്ഭുതം തോന്നിയ ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ സംഘാടകർ നമ്മുടെ നാട്ടിലൊക്കെ പല ഭാഗങ്ങളിലുമുള്ള മാവ് പൂത്ത് കായ്ക്കുന്ന സമയമാകുമ്പോൾ ലേലത്തിനെടുക്കും. എന്നിട്ട് ആ മാങ്ങ പറിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയോ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ അച്ചാറിടുകയോ അല്ല. അവര് ലേലത്തിനെടുത്ത മാവിൽ നിന്ന് ഒരു മാങ്ങയും അവർ പറിക്കൂല. ആ മാവിലെ മാങ്ങ അവിടെ കിടന്ന് പഴുക്കും. അത് തിന്നാൻ ഒരുപാട് പക്ഷികൾ വരും. ആ മാങ്ങയുടെ കായ അവിടെ വീണ് വീണ്ടും മുളക്കും. ഒരുപാട് പക്ഷികളും ആ താഴെ വീണ് ചീഞ്ഞത് തിന്നാൻ ബാക്ടീരിയകൾ. അത് ഈ പ്രകൃതിയുടെ അവകാശമാണ് എന്ന് വകവെച്ചുകൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയുണ്ട്, ഒരു സംഘമുണ്ട്. വലിയ ഗവൺമെന്റ് ജീവനക്കാരൊക്കെയാണ്. അവര് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളൊരു ചെടി നട്ടാൽ ആ ചെടിയിൽ നിന്നൊരു ഫലം ഒരു പക്ഷിയോ മറ്റെന്തെങ്കിലും ഒരു ജീവജാലങ്ങളോ തിന്നുപോയാൽ അതിന് സദക്കയുടെ കൂലിയാണ്. അതിന് സദക്കയുടെ കൂലിയാണ്. നിങ്ങൾ ലോകാവസാനത്തിന്റെ കാഹളം കേട്ടാൽ പോലും ഒരു വിത്ത് കൈവശമുണ്ടെങ്കിൽ അത് നിങ്ങൾ നട്ടേക്കണം. ഇത്രയും വലിയ പരിസ്ഥിതി പാഠം ആരാ പറയാ? നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളെ മലിനീകരിക്കരുത് എന്ന്, നിങ്ങൾ തണൽ മരങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന്, നിങ്ങൾ കുടിവെള്ള സ്രോതസ്സുകളെ നശിപ്പിച്ചു കളയരുത് എന്ന് പറയാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പാഠം പരിസ്ഥിതി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണുക. വിശുദ്ധ ഖുർആന്റെ ഒരു വെല്ലുവിളി ഉണ്ടല്ലോ, സൂറത്തു സബയിൽ. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനിനെ കുറിച്ചൊക്കെ നിങ്ങൾ വിമർശനാത്മകമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിമർശിച്ച ആളുകളോടാണ് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒറ്റക്ക് അല്ലെങ്കിൽ രണ്ടുപേര്, നിങ്ങൾ ഒറ്റക്കോ അല്ലെങ്കിൽ രണ്ടുപേരോ ആയിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ എന്താ തെറ്റ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ എവിടെയെങ്കിലും അദ്ദേഹം ഭ്രാന്തനാണ് എന്ന് ധ്വനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വർത്തമാനത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? നിങ്ങളൊന്ന് ഒറ്റക്ക് ചിന്തിച്ചു നോക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പരിസ്ഥിതി അങ്ങനെ ഒരു പാഠമാണ്. നമ്മുടെ കണ്ണിൽ കാണുന്ന ഓരോ കാഴ്ചകളും, ഓരോ പാഠപുസ്തകങ്ങൾ, ഓരോ പാഠങ്ങളായി നമുക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്നു നിൽക്കും. അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്ന, മനുഷ്യന്റെ നിസ്സാരതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഈ ജീവജാലങ്ങളെ പോലെ നമ്മളും കേവലം ഒരു ജീവി മാത്രം. ഞാൻ ഈ ഭൂമിയുടെ ഉടമസ്ഥനല്ല, ഞാൻ എന്റെ ആകാശത്തിന്റെ ഉടമസ്ഥനല്ല, ഞാൻ അതിന്റെ പരിപാലകനാണ്. എനിക്ക് ശേഷം ഒരു തലമുറ കടന്നു വരുമ്പോ ആ തലമുറയിലേക്ക് കൈമാറാനുള്ള ധാർമ്മികമായ ബാധ്യതയും ഉത്തരവാദിത്തവും അള്ളാഹു ഏൽപ്പിച്ച ഈ ഭൂമിയിലെ ഖലീഫയാണ് ഞാൻ എന്നതാണ് പരിസ്ഥിതി നമ്മോട് പറഞ്ഞു തരുന്ന ഏറ്റവും സുപ്രധാനമായ പാഠം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.